എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സ്വന്തം മാർത്തികാർഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രേഷ്. ഇന്ന് ഞാൻ ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ ഈ റോസ് പ്ലാന്റ് ഒക്കെ നിങ്ങൾ കണ്ടോ ഫ്ലവർ ആയി നിൽക്കുന്നത്. ഇത് ഞാൻ വേറെ ഒന്നും ചെയ്തതല്ല കേട്ടോ. കാൽസ്യം നൈട്രേറ്റ് കൊടുത്തിട്ടാണ് നമ്മുടെ പ്ലാന്റിലെല്ലാം ഫ്ലവറും മൊട്ടും ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, മഴക്കാലത്ത് നമുക്ക് ചെടികൾക്ക് വളമൊന്നും കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പൂവ് ഒന്നും ഉണ്ടാകുകയില്ല. നമ്മൾ ചെടി നല്ലപോലെ നോക്കണം, ഇല്ലെങ്കിൽ മഴ കഴിയുമ്പോൾ ചെടിയും ആ കൂടി അങ്ങ് പോകും. അപ്പൊ ചിലരൊക്കെ പറയുന്നുണ്ട് അപ്ഡേഷൻ വീഡിയോ ചെയ്യണേന്ന്. ഞാൻ ഏത് വീഡിയോ ഇട്ടാലും നമ്മുടെ ആർ സി ഗാർഡനർ സ്ഥിരം കാണുന്നവർക്കറിയാം അത് ഗുണകരമായിട്ടുള്ള വീഡിയോകൾ മാത്രമേ ഞാൻ ഇടാറുള്ളൂ. പക്ഷെ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോഴത്തേന് അവർക്കൊരു സംശയം, ഈ പറയുന്നതെല്ലാം ശരിയാണോ, ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന്. അതാണ് അവർ അപ്ഡേഷൻ വീഡിയോ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഓർത്തത് ഞാൻ ചെയ്തതിന്റെ ഒരു ബെനിഫിറ്റ് നിങ്ങളെയും കൂടെ കാണിക്കാമെന്നുള്ളത്. എല്ലാത്തിലും മുട്ടായി വരുന്നുണ്ട്, നല്ല തളർപ്പ് വരുന്നുണ്ട്, ചിലതിലൊക്കെ പൂ വന്ന് വിരിഞ്ഞിട്ട് കൊഴിഞ്ഞു പോയി. അപ്പൊ കാൽസ്യം നൈട്രേറ്റ് നമ്മുടെ ചെടിക്ക് അത്യാവശ്യമാണ്. നമ്മുടെ മൊട്ട് മുരടിക്കുന്നതോ ഒക്കെ, പൂക്കൾ ഉണ്ടാകാതെ പ്ലാന്റ് മുരടിക്കുന്നതോ ഒക്കെ നമുക്ക് മാറിക്കിട്ടും. അതുകൊണ്ടാണ് ഞാനത് കൊടുക്കാൻ പറഞ്ഞത്. അപ്പൊ നമ്മള് ചെടിക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു വളം മാത്രം കൊടുത്താൽ പോരെ, അതിന് ആവശ്യമുള്ള പോഷകങ്ങളൊക്കെ കിട്ടാനായിട്ട് മാറി മാറി ഓരോന്ന് കൊടുക്കണം. ഒരേ ഫെർട്ടിലൈസർ തന്നെ എപ്പോഴും നമ്മൾ കൊടുത്തോണ്ടിരുന്നിട്ട് യാതൊരു ഗുണവുമില്ല. നമ്മൾ ഫെർട്ടിലൈസർ മാറി മാറി കൊടുത്താൽ അതിന് വേണ്ട പോഷകങ്ങളൊക്കെ കിട്ടി നമുക്കത് നിറച്ച് ഫ്ലവർ തരും. അപ്പൊ ഞാൻ നമ്മുടെ കാൽസ്യം നൈട്രേറ്റ് കൊടുക്കുന്ന വീഡിയോ അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പക്ഷെ അത് കാണാത്തവർ അതൊന്ന് കയറി കണ്ട് നിങ്ങൾ അതൊന്ന് കൊടുത്തു നോക്കുക. ഇനി ആർക്കെങ്കിലും അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധനം വാങ്ങിച്ച് അയച്ചു തരാം. ഞാൻ ഈ കൊടുക്കുന്ന വളങ്ങളെല്ലാം നമുക്കിവിടെ വളക്കടയിൽ കിട്ടുന്ന വളങ്ങളാണ് കേട്ടോ, അല്ലാതെ വേറെ എങ്ങൊന്നും വാങ്ങുന്നതല്ല. അതാണ് ഞാൻ ചിലരോട് പറയുന്നത്, ചോദിക്കുമ്പോൾ ഞാൻ കാണിക്കുന്ന വളങ്ങളെല്ലാം നിങ്ങൾ വളക്കടയിൽ ചോദിക്കുക. നിങ്ങളുടെ അടുത്തുള്ള വളങ്ങളൊക്കെ വിൽക്കുന്ന, വളങ്ങളും കീടനാശിനികളും ഒക്കെ വിൽക്കുന്ന കടകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടും. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, ഞാൻ മേടിച്ച് അയച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഓർത്താണ് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് കൊടുത്തു നോക്കുക, അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാകും, അത് ഉറപ്പാണ്. നമ്മളിത് എല്ലാത്തിലും മുട്ടൊക്കെ വരുന്നുണ്ട് കണ്ടോ, ബഡ് വരുന്നുണ്ട്. ഈ നാമ്പ് തളർത്തൊക്കെ വരുന്നതിലെല്ലാം മുട്ടുമായിട്ടാണ് വരുന്നത്. ചെറിയ മുട്ടായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ ആർ സി ഗാർഡനിൽ പറയുന്ന വളങ്ങളൊക്കെ നിങ്ങൾക്ക് ഗുണകരമായത് മാത്രമേ പറയുള്ളൂ. നിങ്ങളുടെ ആടെ സമയം കളയാൻ ഞാൻ ഒരു വീഡിയോയും ചെയ്യാറില്ല. ഗുണകരമായ വീഡിയോകൾ, അതാണ് എൻ്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. എപ്പോഴും എനിക്ക് വീഡിയോ ഇല്ലല്ലോ. ഇടുമ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഗുണകരമായ വീഡിയോകൾ മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കിയാണ്.